ನೀನು ಇಂಡ ನಿಂಡ ಮಕ್ಕಗ ಹಾಕಿಕೊಂಡ್ರುಳ್ಳೆ ಎಂದ್ರೆಂಡ ചെല്ലുവള ഒരു സായ ബർത്തക്ക് തുടങ്ങട നീന് ബർത്ത്ഡേക്കൊക്കെ വേണമായിട്ട് കിടാവിടത് ബർത്ത്ഡേ ചെന്നിട്ട് പേരുമ്പേ ഇന്ന കേക്കും ഇന്നതെല്ലാം കട്ടാക്കിയിട്ടും പുഗ്ഗവും പൊട്ടുപാട്ടിട്ട് ഔത്തുള്ള സ്റ്റേജെല്ലാം ഉണ്ടാക്കിയിട്ട് അല്ലേ ഇപ്പം തുടങ്ങിയിട്ട് സ്റ്റേജ് ഉണ്ടാക്കട ഉത്തര ഉൽഗത്തിൽ റൂമുടെ ഉൽഗത്തിൽ പൂർണ്ണമായിട്ടും ബലൂണെല്ലാം അത് കെട്ടിയിട്ട് അതൊക്കെ നല്ല ചമയിച്ചിരിക്കുക അതേപോലെ നല്ല രൂപത്തിൽ വേണമായ രൂപത്തിൽ ആയിരക്കണക്കിന് രൂപ ചെലവാക്കിത്തതൊക്കെ ಇನ್ನೊಡ್ರೆಲ್ಲ ವಿವಿಧ ರೂಪದಲ್ಲಿ ಡೆಕೋರೇಷನ್ ಐಟಮ್ಸ್ ಗೊಂಬಂದ್ರದೆಲ್ಲ ಸುಂದರವಾಗಿದೆ ചന്താക്കിട്ട് കേക്കും കൊമ്പത്തിന് ബീച്ച് നിങ്ങൾ കട്ടാക്കിയിട്ട് പാട്ടും പാടിയിട്ട് വേണായത് അതേപോലെ ക്യാൻഡിൽ കത്ത് പാട്ടിട്ട് ഊദ്രങ്ങവും അതേപോലെ കട്ടാക്കി ഒരാളെ ബൈക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നു. ഈ രൂപത്തിൽ നിന്ന് ഇസ്ലാമിക വിരുദ്ധമായ അനാചാരമായിട്ടിക്കട അതേപോലെ നസ്രാണിമാരെയും യഹൂദിമാരെയും സമ്പ്രദായത്തെ നീ നിന്റെ മക്കളിൽ നീ അകവാട്ടി കൊണ്ടുള്ള നിന്റെ മക്കുകതിര മുഖാന്തരം നീ കൊടുത്തോണ്ടുള്ള മെസ്സേജ് എന്തിര ചെല്ലുന്നതാണ് അല്ലേ? എന്തിനാ നിന്റെ മക്ക പഠിച്ചത്? അത് കണ്ടിട്ട് 2 വർഷാകുമ്പോഴത്തേക്കും ഇന്നും റിപ്പീറ്റാക്കിയതാണ്. ആ സന്ദർഭത്തിൽ നിന്റെ മക്ക എന്തിനാ പഠിച്ചത്? 3-ാമത്തെ വർഷത്തിലും നിന്റെ കിട അവിടെ നീ ബേടാക്കട സന്ദർഭത്തിൽ നിന്റെ മക്ക എന്തിന മെസ്സേജ് കണ്ടിട്ട് എന്തിന നോക്കിത്ത് എന്തിന പഠിച്ചിട്ട് നീ ഒന്ന് ചെല്ല്. എന്തെങ്കിലും ഒരു നല്ലതന അതിലുണ്ടടാ, എന്തെങ്കിലും പടച്ചതമ്പുരാന് പൊരുത്തപ്പെട്ടത് അതിലുണ്ടടി. നീ ഒന്ന് ആലോചനാക്ക്. ചെറിയ വയസ്സിലെ യഹൂദിയും നസ്രാനുടെയും സമ്പ്രദായം നിന്റെ മക്കൾക്ക് നീ പഠിപ്പാട്ടി കൊടുത്ത് അതേപോലെ മനുഷ്യ ചെറിയ വയസ്സിലെ നിന്റെ മക്കളെ മുടികെട്ടാക്കട അവസ്ഥ ഒന്നും നീക്ക് നോക്കുന്നേണ്. ഏതോ പ്ലെയർമാർ, ക്രിക്കറ്ററേയും വോളിബോളുടെയും ഫുട്ബോളുടെയും പ്ലെയർമാർ, പിക്ചർ ആക്ടർമാർ, സീരിയൽ ഡയറക്ടർമാർ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബർമാർ, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ യഹൂദിമാരുടെ സറാണിമാർ യൂട്രമോ കണ്ട ഫോട്ടോ കൊമ്പന്നിട്ട് അത് കാട്ടി കൊടുത്തിട്ട് ഈ രൂപത്തിൽ നിന്ന് സെറ്റിംഗ് ആക്കുറി 2000-3000 രൂപ ചെലവാക്കിയിട്ടായിട്ട് കിട നിന്റെ മക്കളെ മുടി നീ കട്ടാക്കിയിട്ട് കൊടുത്തോണ്ടുള്ളത്. നിന്റെ മക്ക പഠിച്ച മെസ്സേജ് എന്തിനാ ചെല്ലുന്നതാണ്? സ്കൂളും മദ്രസത്തും പണ്ട് നിന്റെ മക്ക ചെറിയ വയസ്സിലെ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് എത്ര സന്ദർഭത്തിൽ 6, 7, 8 വർഷം അവിടെ സന്ദർഭത്തിൽ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 വർഷം വയസ്സായപ്പോ നിന്റെ മക്കൾക്ക് നിസ്കാര പോലത്തെ ഇസ്ലാമിന്റെ എല്ലാ ക്രമവും നിയമവും നീ പഠിപ്പാട്ടി കൊടുന്നിട്ട് 10 വർഷത്തോളം ഇസ്ലാമിന്റെ നിയമത്തെ നിന്റെ മക്കൾക്ക് ആക്കിയിട്ടും ചെന്നിട്ടും കാട്ടിട്ടും കൊടുക്കണം ഇസ്ലാം പാട്ടറ. നീ 7 വർഷ വയസ്സാവിടെ സന്ദർഭത്തിൽ നിന്റെ കിടാവിടെ മുടിയുടെ കട്ടാക്കട എങ്ങനെ ഉണ്ടെന്ന് ചെന്ന് നോക്കുന്നീണ്. നീന് പൈസ കൊടുത്തിട്ട് നീന് ഭണ്ഡാരുടെ മുട്ടക്കും പോയിട്ട് കിടാവിടെ ഈ പാട്ടിന് മുടിയുടെ സ്റ്റൈൽ എങ്ങനെ നീ ആക്കി കൊടുക്കൂടെ? അതിൽ ഇന്ദ്ര മെസ്സേജ് നീ നിന്റെ കിടാവ് കൊടുത്ത് ഉസ്താദുമാർ 2-ാം ക്ലാസ്സിൽ പിന്നെ തുടങ്ങിടാറ് മര്യാദ പഠിപ്പാട്ടാറ് അഥവാ അഖ്ലാഖ് പഠിപ്പാട്ടാറ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെ മുടി ബീച്ചറ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെ മുടി കട്ടാക്കിറ്, മീസ് ഇങ്ങനെ കട്ടാക്കിറ്, താടിങ്ങനെ വളർത്തിറ്, അതേപോലെ മുടി ഇങ്ങനെ ഉകുറിങ്ങനെ കട്ടാക്കിറ്, കാലട ഉകുറിങ്ങനെ എടുത്തറ്, ഒരു ഡ്രസ് ഇട്ടത് ഇങ്ങനെ തലമറക്കെടുത്ത് ഇങ്ങനെ ഔറത്ത് മറക്കെടുത്ത് ഇങ്ങനെ ചെന്നിട്ട് 2-ാം ക്ലാസ്സിലും 3-ലും 4-ലും 5-ലും 6-ലും 7-ലും 8-ലും ഇങ്ങനെ 10-ഉം 12 ക്ലാസ്സത്തോളം സാരിട്ട് ചെന്നിട്ട് എൽത് പാട്ടിട്ട് ബൈപ്പാട്ടാക്ക് പാട്ടിട്ട് നിന്റെ മക്കൾക്ക് ഉസ്താദുമാർ പഠിപ്പാട്ടി കൊടുത്തപ്പോ ഉസ്താദുമാർ മുട്ട പഠിപ്പാട്ടൊക്കെ കടത്തി നിന്റെ മക്കളെ നീന പടക്കാക്കൊണ്ടുള്ള മോണ് ഉസ്താദ് ചെന്നത് സമ അല്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കാട്ടിയതും ചെന്നതും സമ അല്ല. നീന് മുടി ബൈക്കണായത് റസൂലുള്ള പഠിപ്പാട്ടി രൂപത്തിലല്ല. യഹൂദിമാർ ബൈക്കട രൂപത്തിൽ നീ മുടി ബൈക്കണോ? നസ്രാണിമാർ ബൈച്ച രൂപത്തിൽ നീ മുടി കട്ടാക്കണോ? യഹൂദിമാറും നസ്രാണിമാറും ഏതെങ്കിലും മുശ്രിക്കടങ്ങ കട്ടാക്കിയ രൂപത്തിൽ ബൽത്യ രൂപത്തിൽ നീ എടുത്ത് അതേപോലെ മീസ ബീക്കണോ? ഈ രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമായത് പൂർണ്ണമായിട്ടും ചെല്ലാണ്ട് നിന്റെ മക്കളെ കൊണ്ട് നീ അകപാട്ടിയോണ്ടുള്ള ഇഡ്ര ഡ്രസ്സിയുടെ അവസ്ഥ നോക്കിയുള്ളൂ. അല്ലോ അരണഗ്ന രൂപത്തിലായിട്ട് പെണ്ണുങ്ങളുടെ രൂപവും കോലവും ഹാവവും ഭാവവും അത് എവിടത്തോളം എത്തിയത് ജനങ്ങൾ മാന്യമായിട്ട് ഫർദയിട്ടിട്ടോണ്ടുള്ള ഹിജാബ് ഇട്ടോണ്ടുള്ള നല്ല പെണ്ണുങ്ങളെയും സമയത്ത് ബാധിക്കട രൂപത്തിലായിട്ട് ആശാപ അനുഭവിക്കട രൂപത്തിലായിട്ട് ഞങ്ങളുടെ സമുദായത്തെ ഞങ്ങളുടെ സമാജത്തെ അവസ്ഥ ഒരു വിഷയം മാത്രം നടപ്പാക്കട്ട. പ്രധാനമായിട്ടും ചെന്നോണ്ടുള്ളത് മങ്ങില ചിലർ വിഷയമുണ്ട്. എല്ലാവിധ അനാചാരവും അക്രമവും ഹറാമിത്തും ഇണ്ട് സമ്മേളിക്കട ജാഗയായിട്ട് കിടയത് മങ്ങില ചിലർ അല്ലെ ശൈത്താന് കൂട്ടറ ജാഗ.
അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലട് നിക്കാഹ് ചെല്ലത് നന്റെ കർമായിട്ടിക്കട നന്റെ സംസ്കൃതി ആയിട്ടിക്കട. ആരെങ്കിലും ഒരാൾ നന്റെ സംസ്കൃതിയിൽ അധിക പ്രസംഗ കാട്ടി അവൻ നന്റെ സമുദായത്തിൽ പെട്ടവനല്ല ചെന്നിട്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങില ചെന്നെങ്കിൽ ഇസ്ലാം പടിപ്പാട്ട് രൂപത്തിലാവണോ? എങ്ങനെ ഇസ്ലാം പടിപ്പാട്ടത്? മുന്നോട്ട് ചെമ്മ ബട്ട ചെന്നത് കൊണ്ട് ചെമ്മ റിപ്പീറ്റാക്കുക പോണ്ടില്ലെന്നാണ്. പെണ്ണിടെ തേടുന്ന സന്ദർഭത്തിൽ സ്വാലിഹത്തായ പെണ്ണിടെ സെലക്ട് ആക്കണോ? പെണ്ണുക്ക് ചെറുക്കട സെലക്ട് ആക്കണ സന്ദർഭത്തിൽ സ്വാലിഹായ ചെറുക്കട സെലക്ട് ആക്കണോ? അള്ളാഹുവേ ഇണ്ട് ഞങ്ങളെ റായത്തിൽ മങ്ങില അവിടെ കാണയാറെ തലാക്ക് സംഭവിച്ചോണ്ടുണ്ടോ? തലാക്കിടെ കാണയാറെ ഫസ്ഖും ഖുൽഉം ഇണ്ട് നടന്നോണ്ടുണ്ടോ? അല്ല തലാക്കിടെ കാണയാറെ ഞങ്ങളെ റായത്തിൽ ഖുൽഉം ഫസ്ഖും നടന്നോണ്ടുണ്ടോ? യക്ഷണം മാപ്പിളമാർ പെഞ്ഞയ്ക്ക് വേണ്ടാത്ത പരിസ്ഥിതി ഉണ്ട് നടന്നോണ്ടുണ്ടോ? അതിലെ പിറകളൊന്ന് സെർച്ചാക്കി നോക്കൂ, തനിക്കാക്കി നോക്കൂ. പടച്ചവനെ പേടിക്കട രൂപത്തിൽ ഇന്ന രൂപത്തിൽ ഇന്ന് ന്യൂസ് ആയിട്ട് വാർത്തയായിട്ട് കേട്ടോണ്ടിക്കടത് എന്തൊക്കെ പെണ്ണെ എനിക്ക് മാപ്പിളെ വേണ്ടാണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഭയാനക കഥ ചെല്ലൊക്കെ തുടങ്ങടല്ലവളോ? എന്തുകളാ നിന്റെ പെഞ്ഞ എനിക്ക് വേണ്ടാണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയാനക കഥ ചൊല്ലൊക്കെ തുടങ്ങടവണോ? ചുമ്മനാ ചെന്നല്ലേ പബ്ലിക്കായിട്ട് മൈക്കൊക്കെ ചൊല്ലുകു തീരാത്ത കാരണായിരക്കണക്കിലുണ്ട് നിങ്ങളെ ഒട്ടിക്ക്. പഞ്ചായത്തിക്ക് സാധാരണ എന്ത് സമസ്യ പള്ളിയുടെ ഖതീബിടെ മുട്ട വേണ്ടതല്ലേ? ഖതീബിടങ്ങ പെണ്ണുടെയും ആരുടെയും തനിക്കാക്കി നോക്കുന്ന സന്ദർഭത്തിൽ കണ്ണിടെ തണ്ണി ഒഴുകി പോണ്ട്. ആ രൂപത്തിൽ കുറെ മാപ്പിളമാർ പെഞ്ഞൈ കാക്കിടും, അതേപോലെ പെഞ്ഞൈമാർ മാപ്പിള കാക്കിടും അന്യായവും വക്രവും സൈക്കൊക്കെ തീരാത്തത്. വിശ്വാസികളുടെ ബസ് നഷ്ടപ്പെട്ടു പോയത് ദാമ്പത്യ ജീവനത്തില് മങ്ങില കഴിഞ്ഞാൽ പിന്നെ പെഞ്ഞൈകും മാപ്പിളുടെ പെഞ്ഞൈകും പരസ്പര വിശ്വാസം ഇല്ലാത്ത രൂപത്തിലായിട്ടിക്കട്. എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട് തെരിയണ? നിന്റെ കയ്യിലൊരു മൊബൈൽ പെട്ടി ചെല്ലൊരു ബസ് വന്നിട്ട്, അഥവാ നിന്റെ കൈ ബിലീസിലെ പെട്ടി ചെല്ലൊരു ബസ് വന്നിട്ട് നിന്റെ കയ്യിലൊരു മൊബൈൽ ചെല്ലടത്. അതായിട്ട് സർവ്വ ദാമ്പത്യ ജീവനത്തിൽ കലഹം ഉണ്ടാക്കടത്, കോലാഹലം ഉണ്ടാക്കടത്. അതായിട്ട് പരസ്പര ഉമ്മടെയും ബാപ്പടെയും മക്കളെയും വേറെ വേറെ ആക്കടത്. അതായിട്ട് കുടുംബത്തെയും നിരക്കരുടെയും വേറെ വേറെ ആയിട്ട് ആക്കടത്. അതായിട്ട് മുസ്ലിമുടെയും ഹിന്ദുടെയും ഇടയിൽ അതേപോലെ വിഷബീജ വിത്തുന്നത്. അതായിട്ട് മുസ്ലിം സമുദായത്തെ ഐക്യത്തെ തകർക്കടത്. അതായിട്ട് റായത്തിൽ ഫിത്തനയും ബലാത്തും വിഭാഗീയത്തെയും ഉണ്ടാക്കടത്. അതായിട്ട് കുടുംബത്തെ ഉൾഗത്തിൽ ഔത്ര ഉൾഗത്തിൽ കലടിപിടി ഉണ്ടാക്കടത്, ഫസാദ് ഉണ്ടാക്കടത്. എല്ലാം ഉണ്ട്. യച്ചിനം ബലാത്തും തുടങ്ങണത്, എല്ലാ ബലാത്തും തുടങ്ങണത് എൻ്റെ മൊബൈലിടെ മുഖാന്തര. പടച്ചവരെ പെണ്ണ് നോക്കുന്നതും പെണ്ണ് കണ്ടതും അത് സെട്ടാക്കുന്നതും പൊതു പളക്കവരുടതും എല്ലാം മൊബൈലിലായത്. പരസ്പര ഇന്ന പരിശുദ്ധ ഇസ്ലാം പടിപ്പാട്ട് രൂപത്തിൽ നിന്ന് പെണ്ണ് നോക്കൽ കാര്യക്രമം ഉണ്ട് നടക്കുന്നത്. കൊറോടിയായിട്ടിക്കട് അല്ല ഇണ്ടപ്പോ എല്ലാ സെട്ടായാൽ പിന്നെ ലാസ്റ്റ് ഒന്നും കെട്ടൊക്കെ ബാനായിട്ട് അമ്പടയിലും ഉമ്മടയിലും പോയിട്ട് ചെല്ലിടെ ഒന്ന് മങ്ങിലാക്കി തരണോ? അതിൽ നോക്കിയിട്ടുള്ള നാണായിട്ട് ഇന്ന നോക്കിട്ട് വിസയൊന്നും നിൽക്കില്ല. മുന്നുളങ്ങണല്ല ഞങ്ങളെ റായത്തിൽ ഹിരിയാളുമാർ പൊതുപളക്ക പറയുവാറ്, നോക്കുവാറ്, ഉമ്മബാപ്പ നോക്കുവാറ്, സെലക്ട് ആക്കുവാറ്. ആ അങ്ങനെ മങ്ങിലായതിൽ 99% ആളുമാറും മരിക്കട കൊടുത്തുള്ള ഒക്കട്ടിൽ തേച്ചത്. ഇത് വാളറ യൂട്യൂബ് നോക്കൂടെ, ലൈവായിട്ട് നോക്കൂടെ. അതിൽ നടക്കണ ചാറ്റിങ് എങ്ങനത്തത് ഞങ്ങളെ കൗസറോട് മീഡിയത്തെ കൗസറുള്ളവിടെ ചെലുമതി ചിരിക്കടവിടെ. അതിൽ നടക്കുന്ന ലൈവ് മാഷാ അല്ലാ ഇൻഷാ അല്ലാ സൂപ്പർ. പിന്നെ വാളിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടൽ പിന്നെ കുറേ നീ എവിടെ നീ എവിടെ ചത്രേ, നീ എവിടെ പെത്രേ, നീ എവിടെ ചാവിടെ ചെന്നിട്ട് ഇത് ചാറ്റിങ്. അങ്ങനെ ചാറ്റിങ് ആയിട്ട് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ബാ, നീ വാട്സപ്പ് ബാ, പിന്നെ ഫേസ്ബുക്ക് ബാ, അങ്ങനെ വന്നിട്ട് അങ്ങനെ എവിടെ എത്തിയിട്ട് പിന്നെ എന്തെല്ലാം ഞങ്ങളെ റായത്തെ പുത്തൂരിലെല്ലാം നടന്ന ചരിത്രക്കാരടിക്ക് അവർ വാട്സപ്പിൽ പരിചയമായി ആയിട്ട് അവണു റെഡി ഓളു റെഡി ഓടുകു റെഡിയായിട്ട് വന്ന ഓള് 18 വർഷം ഇന്നും ഭർത്തിയായിട്ടില്ല. 17 വർഷം കഴിഞ്ഞിലെത്തിയ പെണ്ണുക്ക് ഞങ്ങളത് ഈ ഇത് പർദ്ദയിട്ട പെണ്ണെ, പർദ്ദ ഇടാത്തതല്ല പെണ്ണ്. അങ്ങനെ പുത്തൂർ ബസ് സ്റ്റാൻഡിൽ പരസ്പരം മീട്ടാവുക പോകുമ്പോത്തുക അതെന്തിര് അത് അണ്ണാച്ചി 25 വർഷത്തെ കിളവാ. അത് കണ്ടിട്ട് ഓൾക്ക് ഹയ്യാറ ദുനിയാവില്ല ഉത്തര വന്നിട്ടായിട്ട് ഓടൊക്കെ തപ്പാട്ടിട്ട് എല്ലായിടത്തും ഉമ്മടതും ബാബിടും എല്ലാവരും ബംഗാറ് കെട്ടി വന്നിട്ടായിട്ട് പോണ്ടെങ്ങനെ ഇതിരൊട്ടിക്ക് പോണ്ടെങ്ങനെ 75 വർഷത്തെ കിളവാ. ഇത് മനുഷ്യയുടെ അവസ്ഥ ഇത്രയുണ്ട്. നാണിത് എൻ്റെ കാണാൻ നിങ്ങൾക്ക് യാറത് കൊണ്ടിരിക്കുന്ന ബാലക്കർക്ക് നല്ല എക്സ്പീരിയൻസ് ഈ വിഷയത്തിൽ. എന്തിര് എവിടെത് എങ്ങനെയല്ല ഏതെല്ലാം രൂപത്തിലായിട്ട് ചെന്നിട്ട് കാണ്ടില്ല പടച്ചവനെ.